ഹലോ. സിൽവർ ലൈൻ അല്ലെങ്കിൽ കെ-റെയിൽ എന്ന് പറയുന്ന നമ്മുടെ പ്രൊജക്ട് മൊത്തമായിട്ട് സ്ക്രാപ്പ് ചെയ്തു എന്നാണ് നമ്മുടെ പുതിയ സിഎം പറയുന്നത്. സർപ്രൈസിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ ഡിസപ്പോയിന്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആണ്. ഇതിനെതിരെ ഇപ്പോഴും പോപ്പുലർ ആയി നിൽക്കുന്ന സർട്ടൻ ആർഗ്യുമെന്റ്സ് ഉണ്ട്. ആ ആർഗ്യുമെന്റ്സ് തന്നെയാണ് ആ സമയത്ത് ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ സിഎം ഒരു ആർട്ടിക്കിൾ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ആർഗ്യുമെന്റ്സിനോടുള്ള എന്റെ കുറച്ച് ഒപ്പീനിയൻസ് ഞാൻ പറയാം. അത് ഏറ്റവും പോപ്പുലർ ആയ ഒന്നാണ് ഈ പ്രൊജക്ട് കേരളത്തെ മൊത്തമായിട്ട് രണ്ടായി ഡിവൈഡ് ചെയ്യുന്നു പറയും. ഇത് പറയാൻ കാരണം എന്ന് പറയുന്നത് ഈ പ്രൊജക്ട് ഏതാണ്ട് 500 കിലോമീറ്റേഴ്സ് ആണെങ്കിൽ അതിന്റെ ഹാഫ് ഏതാണ്ട് 250 കിലോമീറ്റേഴ്സ് എംബാങ്ക്മെന്റ്സ് ആണ്. ഈ എംബാങ്ക്മെന്റ്സ് മൊത്തം 9 മീറ്റർ ഹൈറ്റിൽ വലിയ മതിൽ പോലെ കെട്ടിക്കളയും. എന്നിട്ട് കേരളം മൊത്തമായി ഡിവൈഡ് ചെയ്യുന്നതാണ് ഇവർ പറയുന്നത്. പക്ഷെ അത് ഫാക്ച്വലി തെറ്റാണ്. ഈ 250 കിലോമീറ്റർ എംബാങ്ക്മെന്റിൽ ഏതാണ്ട് 17 കിലോമീറ്റർ എംബാങ്ക്മെന്റ് മാത്രമേ 8 മീറ്റർ ഹൈറ്റിലുള്ളൂ. ആ 17 കിലോമീറ്ററും ഒന്നിച്ചല്ല. 8 മീറ്റർ ഹൈറ്റിൽ വരുന്ന ലോങ്സ്റ്റ് സ്ട്രെച്ച് എന്ന് പറയുന്നത് അറൌണ്ട് 700 മീറ്റർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കിയുള്ള എംബാങ്ക്മെന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി നമ്മുടെ റെയിൽവേന്റെ ഒക്കെ ഉണ്ടാവുന്ന എംബാങ്ക്മെന്റ് ഹൈറ്റ് ഇതിനുള്ളൂ. അതാണ് ആ ആർഗ്യുമെന്റിന്റെ എന്റെ ഒപ്പീനിയൻ. രണ്ടാമത്തെ സംഗതി എന്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ഗേജ്, എന്തുകൊണ്ട് ബ്രോഡ് ഗേജ് അല്ല? ബ്രോഡ് ഗേജ് ആണെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് ലൈനുമായിട്ട് കണക്ട് ചെയ്യാലോ എന്നൊക്കെയാണ് മറ്റൊരു ആർഗ്യുമെന്റ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രൊജക്ട് നമ്മൾ കോൺസെപ്ച്വലൈസ് ചെയ്തിട്ടുള്ളത് ഒരു സ്റ്റാൻഡ് അലോൺ പ്രൊജക്ട് ആയിട്ടാണ്. എക്സിസ്റ്റിംഗ് ലൈനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഉദ്ദേശം നമുക്കില്ല. പിന്നെ ജനറലി ഹൈ സ്പീഡ് റെയിൽസ് ഇന്ത്യയിലാണെങ്കിലും പുറത്താണെങ്കിലും സ്റ്റാൻഡേർഡ് ഗേജിലാണ് ചെയ്യുന്നത്. അതിന് സ്റ്റാൻഡേർഡ് ഗേജിൽ ചെയ്താൽ ബാങ്ക് ലോൺസിനുള്ള എലിജിബിലിറ്റി എന്നുള്ളത് ഒരു ഫാക്ടർ ആയിരിക്കാം. പിന്നെ എങ്ങനെയാണ് അതൊരു തെറ്റാവുന്നത്? മറ്റൊരു ഇമ്പോർട്ടന്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ എക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ഒരു പ്രൊജക്ട് ആകുമ്പോൾ എന്തായാലും അതിന് എക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ഉണ്ടാവും. അത് നമ്മൾ പഠിക്കുകയാണ് വേണ്ടത്. അതിനാണ് നമ്മൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഒക്കെ നടത്തുന്നത്. ഈ പ്രൊജക്ടിന് നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ EIA പ്രകാരം ഈ അലൈൻമെന്റ് ഒരു ഫോറസ്റ്റിലെ കൂടി പോകുന്നില്ല, ഒരു സെൻസിറ്റീവ് ഏരിയകളിൽ കൂടി പോകുന്നില്ല. പക്ഷേ ബിൽഡ് ചെയ്യാൻ ഓഫ് കോഴ്സ് റിസോഴ്സസ് സെൻസിറ്റീവ് ഏരിയയിൽ നിന്ന് എടുക്കേണ്ടി വരും. നമ്മൾ എപ്പോഴും ഒരു കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിന്റെ പുറത്തായിരിക്കേണ്ടത് നമ്മുടെ ഡിസിഷൻസ്. അതായത് നമുക്കിപ്പോൾ ഈ റിപ്പോർട്ട് ഉണ്ട്, ആ റിപ്പോർട്ടിൽ ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണ് റെക്കമെൻഡേഷൻസ്, അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കറന്റ് സിഎമ്മിന്റെ ആർട്ടിക്കിളിൽ IPCC റിപ്പോർട്ടൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത് നമുക്ക് ഈ പ്രൊജക്ട് വേണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇതേ IPCC അനാലിസിസിൽ നമ്മൾ കൂടുതൽ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നാണ് റിപ്പോർട്ട് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഈവൻ ദോ ഇങ്ങനത്തെ പ്രൊജക്ട്സ് ഇനീഷ്യലി വളരെ കാർബൺ ഇന്റൻസീവ് ആണെങ്കിലും റെയിൽ പ്രൊജക്ട് എന്ന് പറയുമ്പോൾ റോഡ് കമ്മ്യൂട്ടേഴ്സ് നിന്ന് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് വരും. ആ വരുന്ന ഷിഫ്റ്റ് കാരണം ലോങ് റണ്ണിൽ നമുക്ക് കാർബൺ സേവിങ്സ് ഉണ്ടാവും. റെയിൽ അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് പ്രൊജക്ടുകൾ ഒരു നെറ്റ് ബെനിഫിഷ്യലിൽ എത്താനാണ് സാധ്യത. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാട്ടിൽ എന്തായാലും ഇതുപോലെ ഒരു ഹൈ സ്പീഡ് റെയിൽ വരും. അതിപ്പോ പ്രോബ്ലി ഡിഫറെന്റ് ഡിസൈൻ അല്ലെങ്കിൽ എന്തായിട്ടും വരും. പക്ഷെ നമ്മൾ ഒരു 5 വർഷം നമ്മൾ വേസ്റ്റ് ചെയ്തു. അതുപോലെ ഇനിയും വേസ്റ്റ് ആക്കരുത്. ഇനിയും വേസ്റ്റ് ആക്കുന്നത് ഇസ് ഫൂളിഷ്നെസ് ആൻഡ് ആൻ ഇൻജസ്റ്റിസ് ടു ദ കമ്മിങ് ജനറേഷൻസ്. അതാണ് എനിക്ക് ഇത്ര പറയാനുള്ളത്. അത്രേ ഉള്ളൂ. താങ്ക് യു.